ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്മരിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ കണ്ടൊരു ഭാഗമാണ് രേവതിയുടെ അനിയൻ ചന്ദ്രയുടെ പണം മോഷ്ടിക്കുന്ന ആ ഒരു വീഡിയോ അടങ്ങിയ ഫോൺ സച്ചിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും പിന്നീട് സച്ചിയെ അന്വേഷിക്കുന്ന സമയത്ത് വീട്ടിലൊന്നും കണ്ടെത്താത്തതുകൊണ്ട് തന്നെ ആകെ ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ ശ്രുതിയാകട്ടെ തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഫോൺ ആന്റണി കയ്യിൽ കൊണ്ട് കൊടുക്കുകയും ആന്റണി തനിക്കറിയാവുന്ന ഒരു യൂട്യൂബറിൻ്റെ കയ്യിലേക്ക് ഈ ഒരു വീഡിയോ കൊടുക്കുകയും അദ്ദേഹം യൂട്യൂബിൽ സെൻഡ് ചെയ്യുകയും ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ തന്നെ വൈറലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോ ശ്രുതി മുഖേന തന്നെ ചന്ദ്ര കാണുകയും ചന്ദ്ര നേരെ ശരത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ആ ഒരു സമയത്ത് രേവതിയും ദേവും ലക്ഷ്മി ശരത്തും ഉണ്ടാവും. അവരുടെ മുന്നിൽ വെച്ച് ശരത്തിനെ തല്ലുന്ന സമയത്ത് രേവതിയെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് എന്തും ഞങ്ങൾ കേട്ടിരിക്കുമെന്ന് വിചാരിക്കണം, നിങ്ങൾ എന്തിനാ എൻ്റെ അനിയനെ തല്ലിയത് അമ്മയെന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി നീ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ പറയും. ശ്രുതിയുടെ ഫോണിൽ നിന്ന് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് രേവതിക്കും ലക്ഷ്മിക്കൊക്കെ അത് ഭയങ്കര നടുക്കാവുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണ് ഇവർ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം തന്നെ ചന്ദ്ര വന്നിട്ട് ശരത്തിനെ തല്ലുകയും വെറുതെ തല്ലുമല്ല, ചെരുപ്പ് ഒരു കാരണം നോക്കി തന്നെ തല്ലുന്നൊക്കെ ഉണ്ട്. മാത്രമല്ല ലക്ഷ്മിയും രേവതിയും ദേവും ഒക്കെ ശരത്തിനെ വഴക്ക് പറയുന്നുണ്ട്. ആ ഒരു മനപ്രയാസത്തിൽ ശരത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതായിട്ടൊരു ഭാഗം തമിഴിലുണ്ട്. മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഉണ്ടാവുമോ എന്നറിയില്ല, കാരണം ചില ഭാഗങ്ങളെല്ലാം അവർ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത്. നമ്മുടെ ശരത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുകയും സച്ചി വന്ന് രക്ഷിക്കുകയും പിന്നീട് സച്ചിയായി തന്നെ നമ്മുടെ മഹേഷിൻ്റെ വീട്ടിൽ സേഫായിട്ട് ശരത്തിനെ താമസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ ചെമ്പരപ്പൂവിലെ ചന്ദ്രയേക്കാൾ കൂടുതൽ വെറുപ്പുളവാക്കുന്ന കഥാപാത്രം എന്ന ശ്രുതിയാണ്. ആ ശ്രുതിക്ക് 8ൻ്റെ പണി കിട്ടാൻ നോക്കിയിരിക്കുന്ന ആളുകളാണ് നമ്മളിൽ മിക്കവരും. അപ്പം അങ്ങനെ ഒരു പണി നമുക്ക് ശ്രുതിക്ക് വരുന്നുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോൺ ആന്റണിക്ക് കൊണ്ട് ശ്രുതി കൊടുക്കുന്നത് തന്നെ നവീനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ രീതിയിൽ തന്നെ ആന്റണി നവീനെ നല്ല രീതിയിൽ തന്നെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അവസാനം ശ്രുതിനെ ആന്റണി തൻ്റെ ഷോപ്പിലേക്കായിട്ട് വിളിച്ചു വരുത്തുകയും ശ്രുതി ചെല്ലുന്ന സമയത്ത് ശ്രുതി മാത്രമല്ല മീരയും കൂടെ ഉണ്ടാവും. ശ്രുതിയും മീരയും കൂടെ ചെല്ലുന്ന സമയത്ത് നവീനെ ആകെ തല്ലിച്ചതച്ചിട്ടേക്കാണ് കേട്ടോ. ഓക്സിജൻ സിലിണ്ടറൊക്കെ ഇട്ടുകൊണ്ട് നവീനൊന്നും അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ആന്റണി പറയുകയാണ്, ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ അവനെ കൈകാര്യം ചെയ്തു, ഇപ്പോൾ അവൻ അനക്കയില്ല, അവൻ ശ്വാസം മാത്രം എടുക്കുന്നു, എനിക്ക് തോന്നുന്നു അവൻ കോമയിലേക്ക് പോയി എന്നാണ് തോന്നുന്നത്. ഇവന് നല്ല രീതിയിൽ ചികിത്സ നൽകണം, ചികിത്സ നൽകിയില്ല എന്നാണെങ്കിൽ ഇവൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തട്ടിപ്പോകുമെന്നാണ് എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവനെ ഇവിടെ നിന്ന് കേരളത്തിലൊന്നും പറ്റില്ല, അതുകൊണ്ട് തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റലിലേക്ക് ഇവനെ മാറ്റണം, അതിന് നല്ല ചിലവ് വരും, ആ ഒരു ചിലവ് നീ വഹിക്കണമെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോണ്ടോ. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് തല്ലണമെന്നല്ലല്ലോ പറഞ്ഞല്ലോ, അല്ല ഇതേ രീതിയിൽ തല്ലിച്ചടയ്ക്കാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ശ്രുതിയും മീരയും പറയുന്നുണ്ടെങ്കിലും ആന്റണി പറയുകയാണ്, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പോകുന്നതെങ്കിൽ ഇവനിവിടെ കടന്ന് മരിക്കുകയാണെങ്കിൽ ആദ്യം ജയിലിൽ പോകുന്ന നീയായിരിക്കും, എനിക്ക് പിന്നെ മാപ്പ് സാക്ഷിയാകാം, നീ കൊട്ടേഷൻ തന്നിട്ടാണല്ലോ ഞാൻ ചെയ്തത്, പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല ശ്രുതി, നീ ചെയ്ത കള്ളത്തരങ്ങളെല്ലാം തന്നെ വെളിച്ചത്താവുക മാത്രമല്ല നിനക്ക് എന്നേക്കുമായിട്ട് നിന്റെ ലൈഫും നഷ്ടപ്പെടും, പോലീസ് സ്റ്റേഷനിൽ പോയി കടക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടി വരച്ചു പോകാൻ കേട്ടോ. അങ്ങനെ ശ്രുതി നവീൻ്റെ ചികിത്സയ്ക്കുള്ള തുക ആന്റണിക്ക് നൽകാമെന്ന് സമ്മതിക്കുകയും എത്രയും വേഗം തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാമെന്നും പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഒരു വമ്പൻ ടെസ്റ്റും കൂടെ നടക്കുന്നുണ്ട്. അതെന്താണെന്നത് അടുത്ത തവണത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞു തരാം കേട്ടോ. എന്തായാലും നമ്മുടെ രേവതിക്ക് സച്ചിക്കായിട്ട് ശ്രുതി വെച്ച കിണീനേക്കാളും വലിയൊരു തിരിച്ചടി നമ്മുടെ ശ്രുതിക്കും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.